ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ടല്ലോ, ഫുഡ് ഇൻഫെക്ഷൻ, ഫുഡ് പോയിസൺ വന്ന് കുട്ടികൾ ആശുപത്രിയിലാവുക, ചില കുട്ടികൾ മരിച്ചു പോവുക, ഒരുപാട് വലിയ വലിയ ദുരിതങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും നമ്മുടെ നാട്ടിൽ ഈ വ്യവസ്ഥിതികളൊന്നും മാറാൻ പോണില്ല. ഇപ്പം ഞാൻ ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയ എന്ന് വെച്ചാൽ, എനിക്കും 2 മക്കളുണ്ട്. കുഞ്ഞുങ്ങളുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കടകളിൽ നിന്നും ബേക്കറികളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ഒക്കെ ഫുഡ് പാർസൽ വാങ്ങി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ് മേടിച്ച് കൊടുക്കുമ്പോൾ, തീർച്ചയായിട്ടും നിങ്ങളത് പൊട്ടിച്ച് നോക്കി നല്ലതാണ് ഒരു സ്വല്പമെങ്കിലും നിങ്ങൾ ടേസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അത് ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്ന വളരെ വലിയൊരു കമ്പനി എന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു റസ്ക്. ആ റസ്കിൻ്റെ പാക്കറ്റിനകത്ത് മൊത്തം എഴുതിക്കുന്ന അറബി വാക്കുകളൊക്കെ എഴുതി. അപ്പോൾ എനിക്ക് തോന്നുന്നു എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി ആയിരിക്കാം ഇത്. ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ ആ ഷോപ്പുകാരൻ്റെ കാര്യങ്ങളും പറയുന്നില്ല, ഷോപ്പുകാരനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ആ പാക്കറ്റിനകത്ത് എന്താണെന്ന് അവൻ ഒരിക്കലും അറിയാൻ പറ്റില്ല. അയാളത് വിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾ, അതിന് എത്ര വലിയ കമ്പനി ആയാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജോലിക്കാരുടെയും പ്രൊഡക്ഷൻ്റെയും മറ്റ് ആൾക്കാരുടെയും തലയിൽ കുറ്റം ചാർത്താതെ ആരാണോ ഈ കമ്പനി നടത്തുന്നത് അയാൾക്ക് തന്നെയാണ് ഇതിനകത്ത് പൂർണ്ണ ഉത്തരവാദിത്വം. കാരണം അയാളുടെ ബിസിനസ് എത്ര വലുതായാലും അയാളുടെ പ്രൊഡക്ഷനെ ശ്രദ്ധിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഇത് കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണ സാധനമാണ്. നമ്മളിപ്പോൾ ആരോടും കുറ്റം പറഞ്ഞിട്ടൊന്നും ഇതൊന്നും നന്നാകാൻ പോലുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ അടുത്ത കമ്പനിയിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കാരണം പണം കൂടുമ്പോഴും ഓർഡർ കൂടുമ്പോഴും അവർക്ക് അതിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, പ്രൊഡക്ഷനെ ശ്രദ്ധിക്കാൻ പറ്റില്ല, മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നതിൽ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ശ്രദ്ധിക്കാൻ പറ്റില്ല. അത് അവരുടെ കുറ്റമല്ല, നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ അവരുടെ പ്രോഡക്റ്റ് മേടിച്ച് അവരെ വലുതാക്കുന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഇത് പറയാൻ കാരണം, കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് എൻ്റെ കുഞ്ഞ് വയറിളക്കം കാരണം, വയറുവേദന കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അപ്പം എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിതിൻ്റെ വീഡിയോസ് ഉൾപ്പെടെ കാണിച്ചു തരാം. ഞാൻ ഒരു കമ്പനിയെയും കുറ്റപ്പെടുത്താനോ അവരുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനോ അവരുടെ സെയിൽ മോശപ്പെടുത്താനോ ഒന്നും ശ്രമിക്കണമല്ല. കാരണം ഞാൻ അവരുടെ ആ റിസ്കിൻ്റെ പാക്കറ്റിലുള്ള നമ്പറിൽ കോൾ ചെയ്തപ്പോൾ 3 ദിവസമായിട്ട് ഞാൻ വിളിക്കുകയാണ്, ആ നമ്പർ എടുക്കുന്നില്ല, അത് നിലവിലില്ല, അല്ലെങ്കിൽ അതിൽ കണക്റ്റ് ആവുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആ കോള് വിളിച്ചതിൻ്റെ നമ്പറും കോള് വിളിച്ച ദിവസങ്ങളും ഒക്കെ ഞാൻ ഇതിനകത്ത് സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ആ കമ്പനിയുടെ എനിക്ക് എന്താണോ എനിക്ക് പോരായ്മ വന്നത്, അതായത് ഞാനൊരു റിസ്ക് വാങ്ങിച്ച് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ആ റിസ്കിനകത്ത് ഒരു പോർഷൻ മൊത്തം കരിഞ്ഞ കളറിൽ കാണുകയാണ്. പക്ഷേ കരിവ് ഓവർ മൂപ്പ് കൊണ്ട് സംഭവിക്കാം. പക്ഷേ ഇതെന്താ പറ്റിക്കണമെന്ന് വെച്ചാൽ, കേട് വന്ന റിസ്ക് വീണ്ടും പൂപ്പൽ വന്ന റിസ്ക് വീണ്ടും ചൂടാക്കിയോ എന്താണോ എനിക്കറിയില്ല, അല്ലെങ്കിൽ കരിഞ്ഞ ഭാഗം പൂപ്പലടിച്ചാണോ എന്ന് എനിക്കറിയില്ല. ഒരു അതിഭീകരമായിട്ടുള്ള ഒരു ബാഡ് സ്മെല്ലും കറുത്ത കളറിൽ പൂപ്പലും അടിച്ച റിസ്ക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഡേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളിതിൽ പ്രതികരിക്കൊന്നും വേണ്ട, പക്ഷേ നിങ്ങൾ സ്വയം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഓരോ ഫുഡും, നമ്മളത് ഹോട്ടലിൽ നിന്നാണെങ്കിലും നമ്മൾ ബേക്കറിയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും എത്ര വലിയ കമ്പനിയുടെ ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാരണം നമുക്ക് വലുത്, നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ മക്കളാണ്. അത് മോനായാലും മോളായാലും അവർക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെങ്ങനെ സമാധാനത്തിൽ ഇരിക്കണേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യവസ്ഥിതികളോ ഇവിടുത്തെ കമ്പനികളെയോ ഇവിടുത്തെ വലിയ വലിയ മുതലാളിമാരെയോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു സാധാരണ നമ്മൾ ചിന്തിക്കും, എന്തിനാണ് കുഞ്ഞുങ്ങൾക്ക് പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കൊടുക്കണമെന്ന് ചോദിക്കും. കുട്ടികൾ അത് കണ്ടല്ലേ, TV തുറന്നു കഴിഞ്ഞാൽ പരസ്യമാണ്, ഓരോ സാധനങ്ങളുടെ പരസ്യം, എവിടെ തിരിഞ്ഞാലും ഫ്ലെക്സ് ബോർഡുകൾ. അപ്പോൾ ഇതൊക്കെ കണ്ടല്ലേ കുഞ്ഞുങ്ങൾ വളരണേ. അപ്പോൾ അവരെ എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് തരത്തില്ല എന്ന് പറഞ്ഞാൽ അവരെ വളർത്താൻ പറ്റും. അവർക്ക് എത്രയെന്ന് പറഞ്ഞാൽ കാച്ചിലും ചേമ്പും കപ്പയും പുഴുങ്ങി കൊടുത്ത് നമുക്ക് വളർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലുള്ള പരസ്യ കമ്പനിക്കാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കിതുപോലുള്ള വലിയ വലിയ കമ്പനികളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ഫുഡിൻ്റെ കംപ്ലയിൻറ്റ്, ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ പറയും, വേറെ ആരും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ പറയും, അവൻ കഴിച്ചിട്ട് അവന് പൈസ കൊടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് മാത്രമുള്ള കുഴപ്പമുള്ളൂ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ കൊച്ചാക്കി കളയും. ചില കാശുള്ള അല്ലെങ്കിൽ വലിയ ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അത് പറയാൻ തന്നെ നാണക്കേടാണ്. പക്ഷേ എല്ലാവരും പ്രതികരിച്ചാൽ ഹോട്ടലുകൾ നേരെയാവും. അപ്പം ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നില്ല, പക്ഷേ ഇതുപോലെ കാണിക്കുന്ന ആൾക്കാരെ നേർവഴി കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല, നമ്മുടെ നിയമത്തിനും കഴിയില്ല. ഇപ്പോൾ ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ അടുത്തോ ഒരു ഹെൽത്തിൻ്റെ അടുത്തോ പറഞ്ഞാൽ ആ ഒരു സമയത്ത് മാത്രം അവർ അതിൻ്റെ കുറച്ച് നിയമ നടപടികൾ കാണിക്കും. പിന്നെയും അതുപോലെ തന്നെ വീണ്ടും ചങ്ങരം തെങ്ങുമേ തന്നെ എന്ന് പറയും പോലെ. ഉദാഹരണത്തിന് ഒരു ഷവർമ കഴിച്ചിട്ട് ഒരാൾ മരിച്ചാൽ പിന്നെ കുറേ നാളത്തേക്ക് ഷവർമ നിരോധിക്കും, പിന്നെ ഷവർമ മാത്രമായിരിക്കും ചെക്കിങ് എന്ന് പറയും പോലെ
അതാണ് നമ്മുടെ നാട്, നമ്മുടെ നാട്ടിലെ വ്യവസ്ഥിതി ഇതാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ വോയിസിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ ഈ വോയിസിനോടൊപ്പം തന്നെ ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. ഒരിക്കലും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇതുകൊണ്ട് എനിക്കൊരു പ്രശ്നം വരരുത്. കാരണം എനിക്ക് പ്രതികരിച്ചേ പറ്റുള്ളൂ, അതെൻ്റെ ചാനൽ വഴി എനിക്ക് പറ്റുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ പ്രതികരിച്ചാൽ ചിലപ്പോൾ ഇവർ നന്നായേക്കാം, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുക. നിങ്ങളെപ്പോലെ ഞാനും മിണ്ടാതിരിക്കാം. ഇവർ ഇതുപോലുള്ള വലിയ വലിയ മുതലാളിമാരും വലിയ വലിയ കമ്പനിക്കാരും വലുതായി പോട്ടെ. നമുക്ക് മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കാം. എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്നെ കളിയാക്കാം, കുറ്റം പറയാം, നെഗറ്റീവ് കമൻ്റ് ഇടാം, എന്ത് വേണമെങ്കിലും ആവാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാനൊന്ന് പറയാം, ഞാൻ പറയുന്ന കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക. ചിന്തിച്ചിട്ട് ക്ലിയർ ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറൊന്നുമില്ലെന്നേ, നമ്മളൊന്നും ചെയ്യണ്ട. നമ്മൾ മേടിക്കുന്ന ഫുഡ് ഒന്ന് ആ പാക്കറ്റ് ഒന്ന് തുറന്ന് നോക്കുക, അതിൻ്റെ ഡേറ്റ് ഒന്ന് നോക്കുക, നമ്മളൊന്ന് കഴിച്ച് നോക്കുക ഒരിച്ചിരി. അതിനുശേഷം നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. സാധാരണ എൻ്റെ വീട്ടിലുൾപ്പെടെ ചെയ്യണത് ഒരു പാക്കറ്റിൽ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെന്ന് ആ സ്പോട്ടിൽ അതുങ്ങളത് പൊട്ടിച്ച് ഡേറ്റ് പോലും നോക്കാതെ കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ ചില കടക്കാരുണ്ട്, ഈ ഡേറ്റ് തീരാറായ സാധനം മുകളിൽ കയറ്റി വെക്കുക. അങ്ങനെ പല ഐഡിയകളും കാണിക്കുന്ന കച്ചവട തന്ത്രങ്ങളുള്ള നാടാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക, നമ്മൾ ശ്രദ്ധിക്കുക, അതേ ഉള്ളൂ ഇനി മാർഗം. എന്നോട് ദേഷ്യം തോന്നരുത് ഇത്രയും തുറന്ന് പറഞ്ഞതിന്. ഒരു കടക്കാർക്കും നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരാരെയും നാണം കെടുത്താനോ അവരെല്ലാവരെയും അടച്ച് ആക്ഷേപിക്കാനോ ചെയ്യുന്നതല്ല കേട്ടോ.